ഹലോ, ഞാനൊരു 4-5 ദിവസം മുന്നേ തന്നെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതൊക്കെയോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു. ഏതായിരുന്നു? ജിമ്മിൽ പോകുന്നത്. അത് ഞാൻ എടുത്ത ഒരു ഷോട്ട് കാണിച്ചു തരാം. ഞാനും അമ്മവും കൂടെ ജിമ്മിലോട്ട് പോകുന്നത്. അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഗുഡ് മോർണിംഗ്. ഞാനിങ്ങനെ സ്ഥിരം ജിമ്മിൽ പോകുന്ന ഒരാളുടെ കൂടെ കയറി എൻ്റെ ജിമ്മെത്തി. ഞങ്ങൾ രണ്ട് സെപ്പറേറ്റ് ജിമ്മിലാണ് പോകണം. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഐ വിൽ ഷെയർ വിത്ത് യു ഓൾ. എന്താ പറയാനുള്ള എന്നോട്? റെഗുലറായിട്ട് ജിമ്മിൽ പോവുക, റിസൾട്ട് ഉണ്ടാക്കുക, ആൻഡ് ഡെയിലി അമ്മ ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കണം. അപ്പോഴേ ഒരു 1 month 2 months ഒരു ഡിഫറൻസ് കാണും. അപ്പോൾ ഡിഫറൻസ് കാണുമ്പോൾ അമ്മയ്ക്ക് ഒരു മോട്ടിവേഷൻ ആവും. ആൻഡ് ബി കൺസിസ്റ്റൻറ്റ്. കാരണം ഒരു ദിവസം പോയി മല മറിച്ചിട്ട് ഒരു കാര്യമില്ല. യു ഷുഡ് ബി വെരി കൺസിസ്റ്റന്റ് ആയിട്ട് പോകുമ്പോൾ നമ്മൾ ഓവറായിട്ട് ചെയ്തില്ലെങ്കിലും റിസൾട്ട് വരും. അതിന്റെ എക്സാമ്പിളാണ് ഞാൻ. കാരണം ഞാൻ ഓവറായിട്ടൊന്നും ചെയ്യാറില്ല, ബട്ട് ഐ എം കൺസിസ്റ്റന്റ്. അപ്പം ഞാനും പോയൊന്ന് കൺസിസ്റ്റന്റ് ആവട്ടെ. ഓക്കെ, ബൈ. കണ്ടോ, എനിക്ക് കുറേ പ്ലാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഫോൺ കോൾ സംതിങ് എനിക്ക് അങ്ങോട്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതങ്ങനെ പോയി. പിന്നെ ഞാൻ നെക്സ്റ്റ് ഡേ വീണ്ടും ഞാൻ ജിമ്മിൽ പോയപ്പോൾ ജിമ്മിനകത്ത് വെച്ച് പിന്നെ ട്രെയിനർ വന്നതിന് ശേഷം കുറച്ച് എടുക്കാം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അന്നും ഇതുപോലെ ഏതൊക്കെയോ കുറച്ച് കോൾസ് എനിക്ക് ഇടയ്ക്ക് വന്ന് ഞാൻ കുറച്ച് ഡിസ്റ്റർബ്ഡായി. അന്നും പറ്റിയില്ല. അതൊന്ന് കണ്ടിട്ട് വരാം. പിന്നെ ഒരു ദിവസം ഞാൻ രാവിലെ ഡാഡിയുടെയൊക്കെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ ഗാർഡനൊക്കെ കാണിച്ചു. അവിടുത്തെ എന്തൊക്കെയൊക്കെ കാണിക്കുന്ന കുറേ ക്യൂട്ട് വിഷ്വൽസ് എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. ആ ദിവസം ഇങ്ങനെ എന്തോ കണ്ടിന്യൂ ചെയ്യണം എന്ന് വിചാരിച്ചു. പക്ഷെ ആ ദിവസം ഒന്നങ്ങോട്ട് മുമ്പോട്ട് പോകാൻ പറ്റിയില്ല. അതൊന്ന് കാണാം അല്ലേ? കണ്ടിട്ട് ഞാൻ അതെ ഞാൻ ഡാഡിയുടെയൊക്കെ ഡാഡിയൊക്കെ കുറേ ദിവസം നമ്മുടെ വീട്ടിലായിരുന്നു. ഓസിയുടെ ഫംഗ്ഷൻ വന്നിട്ട് സിനിയൊക്കെ വന്നിട്ട് ഓൾമോസ്റ്റ് 15 ദിവസം അവിടെ. ഇന്നിപ്പോൾ ഇങ്ങോട്ട് വന്നു, അവരുടെ വീട്ടിൽ വന്നു. കാരണം അവർക്ക് നാളെ കുറച്ച് പണിക്കാർ വരും, വീടിൻ്റെ എന്തൊക്കെയോ പണി ചെയ്യാൻ. അങ്ങനെ വന്നു. അത് കഴിഞ്ഞ് ഇനി ഒരു 5-6 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഓസിയുടെ വേറൊരു ഫംഗ്ഷൻ ഉണ്ട്. അതിന് വേണ്ടി വീണ്ടും തിരിച്ചു വരും. ഇനി ഇവിടെ ചെടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുക. ഇത് ഞാൻ ചക്ക കാണിച്ചു തരാവേ. അടിപൊളിയാണ്. ഓക്കെ, ഇവിടുത്തെ കുറച്ചുകൂടെ നല്ല മണ്ണാണ്. ഓ, കണ്ണു വയ്ക്കുന്നില്ല. ഈ കുഞ്ഞു മരത്തിൽ 1 2 3 4 5 6 7 8 9. എൻ്റെ അമ്മേ, അടിപൊളി. ഓ, പപ്പായ. ഡാഡി, പപ്പായ ഇത് കായ്ക്കുന്ന ടൈപ്പ് ആണോ ഈ പൂ? അയ്യോ, ഇത് നല്ലൊരു മരമായിട്ട് വന്നതാ കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഇത് പപ്പായാണല്ലേ. ഇനി ഇവിടെ അടിപൊളി മുളക് നിൽക്കുന്നേ. ഡാഡി, ഇത് ഡാഡി നട്ടതാണോ താനെ പൊടിച്ചതാണോ? സൂപ്പർ അല്ലേ? അടിപൊളി. ഓ, ഡാഡി പക്ഷെ ഗാർഡനിൽ ഇറങ്ങുമ്പോഴല്ലേ ട്രാക്ക് സൂട്ട് വിട്ട് സോക്സ് ഇട്ട് ഷൂട്ട് ഇറങ്ങണേ, കാലുമുറി. നാരങ്ങ എല്ലാം പറിച്ചു അല്ലേ? മഴ തുടങ്ങി. ചെടിക്ക് വെള്ളം ഒഴിക്കണ്ട, അതിനു വേണ്ടിയാണ് മഴ. നല്ല മഴയായിരുന്നു ഇന്നലെ രാത്രി. ശരി ഡാഡി, ഓക്കെ. ഹലോ, എങ്ങനെയുണ്ട് എൻ്റെ പൂ? ഞാൻ ഇത്തവണ പൂ വാങ്ങാൻ കടയിൽ പോയപ്പോൾ അവിടെ കണ്ടൊരു പൂവാണ്. ഞാൻ സൺഫ്ലവർ വാങ്ങി. ഈ പൂവിൻ്റെ പേരൊന്നും അറിയത്തില്ല, മണമൊന്നുമില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഞാൻ കിച്ചണിൽ വയ്ക്കാം. കിച്ചണിൽ നിങ്ങളൊരു ഫ്ലവേഴ്സ് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വെക്കാനായിട്ട് വാങ്ങിയത്. ഇന്നൊരു ടയേർഡ് ഡേ ആയിരുന്നു. എന്തൊക്കെയോ പണിയുണ്ടായിരുന്നു, കുറേ ഷൂട്ട്സ് ഉണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരം പാരൻസൊക്കെ അവരുടെ വീട്ടിൽ പോയി, അവരെ കൊണ്ട് വിട്ടു. അവർക്ക് വാങ്ങേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി എല്ലാം കൊണ്ട് വിട്ടു. അത് കഴിഞ്ഞിട്ട് ആക്ച്വലി എനിക്ക് ജിമ്മിൽ പോകാനായിട്ട്
ജിമ്മിൽ യൂസ് ചെയ്യാൻ കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കാൻ ഞാൻ ഡെക്കാത്തലൻ അവിടെ പോയിട്ട് ലുലു മോളിൽ പോകണം. അങ്ങനെ ഞാൻ പുറപ്പെട്ടതാണ്. ആൻഡ് ഐ വാസ് പ്ലാനിങ് ടു ഈവൻ ടേക്ക് മൈ സ്പോർട്സ് വെയർ ഷോപ്പിംഗ് ചെയ്യുന്ന ഒരു കുഞ്ഞു വ്ളോഗ്. എന്നൊക്കെ എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പകുതി വഴി എത്തിയപ്പോഴത്തേക്ക് ഇഷാനിക്ക് ഇന്ന് ചെയ്യേണ്ട ഒരു ഷൂട്ട്, ചെയ്യണം എന്ന് വിചാരിച്ച ഷൂട്ട് അത് മിക്കവാറും നടക്കത്തില്ല എന്ന് നമ്മൾ വിചാരിച്ചത്. കാരണം ഒരു ഫൈനൽ സ്ക്രിപ്റ്റ് അപ്രൂവൽ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എവിടെയോ എത്തിങ്ങനെ ഉള്ളൂർ ഡെക്കാത്തലിൽ നിൽക്കുമ്പോഴത്തേക്ക് എൻ്റെ പ്ലാൻ അവിടെ കഴിഞ്ഞ ഉടനെ ലുലുവിലോട്ട് പോകണം അങ്ങനെയായിരുന്നു. ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഈശാനെ വിളിച്ചിരിക്കും, അവർ അപ്രൂവ് ചെയ്തു, പെട്ടെന്ന് വരുമോ, അപ്പോൾ നമുക്ക് വൈകുന്നേരം തന്നെ ഒരു ഷൂട്ട് ഫിനിഷ് ചെയ്യാം. അല്ലെങ്കിൽ ഞാനും ഉണ്ടായിരുന്നു. എന്നിട്ട് അപ്പോൾ നാളെ വേറെ എന്തൊക്കെയുണ്ടോ. പിന്നെ ഞാൻ എൻ്റെ പരിപാടിയെല്ലാം അവിടെ ഹാഫ് വേ കട്ട് ചെയ്ത് തിരിച്ചു വന്നു. അതുകൊണ്ട് ഞാനിന്ന് ഡാഡിയുടെയൊക്കെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു വിത്ത് കുറേ കാര്യങ്ങൾ എൻ്റെ പിന്നാലെ. പക്ഷെ അതൊന്നും നടന്നില്ല, അതൊക്കെ ഫ്ലോപ്പ് ഷോ ആയി. പിന്നെ ഇഷാനയുടെ പിന്നാലെ പോയി, പിന്നെ തിരിച്ച് വീടെത്തി. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ പണിയായിരുന്നു. എത്തിക്കഴിഞ്ഞിട്ട് ഇഷാനിക്ക് ഷൂട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞു. രാത്രി അറൗണ്ട് 11:30 ആയി. പുതിയ കിച്ചൺ ആയതിനു ശേഷം രാത്രിയൊക്കെ ആകുമ്പോൾ ഇവിടെയൊക്കെ നീറ്റാക്കി സ്പിക്ക് ആൻഡ് സ്പാൻ ആയിട്ട് അതിങ്ങനെ ഒന്നുമില്ലാതെ പെർഫെക്റ്റാക്കി സാധനങ്ങളെല്ലാം മാറ്റി അങ്ങനെ വയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ തന്നെ ഇവിടെയൊക്കെ നിന്ന് കുറച്ച് നേരം കിച്ചണൊന്ന് അഡ്മയർ ചെയ്യും. ആ പണ്ടത്തെ മെസ്സിൽ നിന്ന് ഈ ഇതിലോട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് വിശ്വസിക്കാൻ കൂടി പറ്റുന്നില്ല. അത്രയ്ക്കൊരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ എല്ലാം നോക്കിക്കൊണ്ടൊക്കെ നിൽക്കും. എനിക്കിവിടെ ആരും ഡേർട്ടി ആക്കുന്നൊന്നും ഒട്ടും ഇഷ്ടമല്ല. ഇപ്പം തന്നെ ഞാൻ കുളിക്കാൻ പോയിട്ട് പോയിട്ട് നോക്കിയപ്പോഴത്തേക്കും ഇവരൊക്കെ എന്തോ കുറച്ച് പാത്രങ്ങൾ അവിടെ ഇരിക്കും. അപ്പോൾ അത് അപ്പച്ചി പറഞ്ഞ് ഇവിടെ കൊണ്ട് വെച്ചിട്ട് വയ്ക്കുമെന്ന്. അപ്പോൾ ഇവിടെ കൊണ്ട് വെച്ചിട്ട് ഹാപ്പി ആയിട്ട് അങ്ങനെ ഞാൻ വന്ന് അതൊക്കെ ക്ലീനാക്കി തുടച്ച് മാറ്റി വാഷ് ബേസിൻ സിങ്കൊക്കെ കഴുകി നീറ്റാക്കിയപ്പോൾ എനിക്ക് സന്തോഷമായി. ഇനി എനിക്ക് പോയി കുളിക്കണം. അല്ല, ഞാൻ തല കുളിച്ച് കഴിഞ്ഞു. ഒന്ന് ഉച്ചയ്ക്ക് ഞാൻ ജിമ്മിൽ പോയി തുടങ്ങി കേട്ടോ. ഇന്ന് സെക്കൻഡ് ഡേ and I feel good and nice and happy and energetic and looking forward to tomorrow. നാളെ ഇനി ജിമ്മിൽ പോകുന്നതിനെ കുറിച്ച് അപ്പോൾ എനിക്കറിയാം ഇഷാനി അമ്മൂക്ക് ഇത് എക്സൈറ്റഡ് ടു ഗോ ടു ദ ജിം. അതുപോലെ ഐ ഹോപ്പ് ഐ ക്യാൻ ഈ ഒരു ഇതൊന്നും എനിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് എന്നും രാത്രി കിടന്നിറങ്ങുമ്പോൾ നാളെ കാലത്ത് എണീച്ച് ഇത്ര മണിക്ക് ജിമ്മിൽ പോകണമല്ലോ എന്നുള്ള ഓർക്കാൻ കഴിഞ്ഞാൽ തന്നെ ഇറ്റ്സ് റിയലി ഗുഡ് ടു ജിമ്മിൽ പോകണം. ഈ ഡ്രൈവർ ചെറിയൊരു ഇഷ്യൂ, നമ്മൾ വിനീഷിൻ്റെ കുഞ്ഞിന് സുഖമില്ലാത്തതുകൊണ്ട് വിനീഷ് ഇന്നലെയും ഇന്നൊക്കെ ലീവായിരുന്നു. നാളെ മിക്കവാറും ലീവായിരിക്കും. അപ്പോൾ എനിക്ക് ചെറിയൊരു ഡ്രൈവർ ഷോർട്ടേജ് ഉണ്ട്. എനിക്ക് ജിമ്മിൽ പോകാൻ നോക്കാം. എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. മണമില്ല നാറ്റം. പിന്നെ ഞാൻ വേറെ എന്തോ ഒരു കാര്യം പറയാൻ വന്നില്ല. എന്തോ ഒരു കാര്യം ഐ വോണ്ട് ടു ഷെയർ സംതിങ് വിത്ത് യു ഓൾ കേട്ടോ. മറന്നു എന്തോ നേരത്തെ പറയണം എന്ന് വിചാരിച്ചതാണേ. ഓർമ്മയില്ല. നാളെ ഓർക്കുമ്പോൾ പറയാം. ഇപ്പം ഞാൻ പോട്ടെ. അപ്പോൾ നാളെ കാണാം. നമുക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വെൽക്കം ടുമോറോ. ഓക്കെ, ബൈ. ഗുഡ് നൈറ്റ് ഫോർ ടുഡേ. ഗുഡ് നൈറ്റ് ഫ്രം മീ ആൻഡ് ദിസ് ബ്യൂട്ടിഫുൾ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്. ഓക്കെ, ഗുഡ് നൈറ്റ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ എൻ്റെ ബ്ലോഗുകളൊന്നും എനിക്ക് അവിടെ എടുക്കാൻ പറ്റില്ല. എന്നാൽ എൻ്റെ സ്ഥിരം ബ്ലോഗ്സ് കാണുന്ന ആൾക്കാരെ എന്ത് പറ്റി 7-8 ദിവസമായല്ലോ വീഡിയോസ് ഒന്നും ഇട്ടില്ലേ, പറ്റി സുഖമാണോ, ഓക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ ഇൻസ്റ്റയിലൊക്കെ. ഞാൻ പറ്റിയില്ല. ആ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ശരിക്കും തിരക്കായിരുന്നു. തിരക്കെന്ന് വെച്ചാൽ എനിക്കല്ലായിരുന്നു തിരക്ക്. ഇവിടെ ഞാൻ ഇടയ്ക്ക് ഇഷാനിയുടെ കൂടെ കൊച്ചിയിലൊരു ഷൂട്ടിന് പോയിരുന്നു. അങ്ങനെ ഒരു 2 ദിവസം പോയി കിട്ടി. പിന്നെ ഹൻസൂനും ഇഷാനിക്കും അമ്മൂനും ധാരാളം കൊളാബ് ഷൂട്ട്സ് ഈ പോയ ദിവസങ്ങൾ അടുപ്പിച്ചുണ്ടായിരുന്നു. ഹൻസിക്കയുടെയൊക്കെ വരുമ്പോഴത്തേക്ക് പലപ്പോഴും അതിൻ്റെ കുറേ ഡീലിങ്സൊക്കെ ഞാനായിരിക്കും ക്ലയൻസുമായിട്ട് മലയാളികളായിരിക്കത്തില്ലല്ലോ അവരുമായിട്ട് സംസാരിക്കുന്നതും അവർ വല്ലാതായിട്ട് നമ്മൾ കോംപ്ലിക്കേറ്റ് ചെയ്ത് വട്ടാക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ഡീൽ ചെയ്യാൻ അപ്പോൾ അവരിങ്ങനെ നമ്മൾ ഇങ്ങനെ ശരിക്കും സ്ട്രെയിൻ ആയിരുന്നേ. ഒരു ദിവസം നമ്മൾ ഫുൾ ഷൂട്ട് പ്ലാൻ ചെയ്തു, നമ്മൾ ലൊക്കേഷൻ ലോക്ക് ചെയ്തു, ക്യാമറ ആൾക്കാരെല്ലാവരും എത്തി. അങ്ങനെ ഇരുന്നപ്പോൾ അവർ അതിനൊരു ഇപ്പം പറയാം ക്ലയൻറ്റ് ഇപ്പോൾ പറയും എന്നൊക്കെ പറഞ്ഞ് സ്ക്രിപ്റ്റ് അപ്രൂവൽ 11 മണിയായിട്ട് എന്നെ ഡ്രാഗ് ചെയ്ത് ഒരു 4 മണി വരെ കൊണ്ടുപോയിട്ട് ക്യാൻസലാക്കി. അതേ സാധനം പിറ്റെന്നും അതുപോലെ രാവിലെ തൊട്ട് വലിച്ച് നീട്ടി കൊണ്ടുപോയി 3 മണി വരെ കൊണ്ടുപോയി. 3 മണിക്ക് ശേഷം ഓക്കെ പറയും. പിന്നെ ഞങ്ങൾ പോയി സ്റ്റാർട്ട് ചെയ്തപ്പോൾ 4:30 മണിയായി, തീർന്നപ്പോൾ രാത്രിയായി. അങ്ങനെ കുറച്ച് സ്ട്രെസ്ഫുള്ളായിരുന്നു. പിന്നെ ലാസ്റ്റ് 2 days ഇവൻ
ലിറ്റിൽ ബിറ്റ് ഓഫ് ഹൗസ് മെയ്ഡ്, ഫുൾ ടൈം നിൽക്കുന്ന ഹൗസ് മെയ്ഡിൻ്റെ കുറച്ച് ഇഷ്യൂസ്. ഐ മീൻ ലൈക്ക് നിന്ന് ഒരാൾ പോയി, അടുത്തൊരാൾ വന്നു, ആ ആൾ വന്നപ്പോൾ അവരുടെ ഹസ്ബൻഡിന് സുഖമില്ലാന്ന് പറഞ്ഞു, അങ്ങനെ പോയി, അങ്ങനെ വീണ്ടും സ്റ്റക്കപ്പ് വിത്ത് നോബഡി. ഇനി ഹാവ് ടു ഗെറ്റ് സംബഡി. നമ്മുടെ സ്ഥാപനത്തിൽ എടുക്കുമ്പോൾ ഒരുപാട് പ്ലസ്സും മൈനസും ഉണ്ട്. എൻ്റെ വീഡിയോ കാണുന്ന ട്രിവാൻഡ്രത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്യാൻ യു ഓൾ ലെറ്റ് മീ നോ വെരി ഗുഡ് ഹൗസ് മെയ്ഡ്സിനെ കിട്ടുന്ന ഒരു ഏജൻസി. ട്രസ്റ്റ് വർത്തി ആയിരിക്കണം, ഓവർ കോസ്റ്റ്ലി ആവരുത്, ഒരു നോർമൽ റേറ്റ് ആവണം, ടു കോസ്റ്റ്ലി ആവരുത്. ഇറ്റ് ഷുഡ് ബി എ നോർമൽ റെഗുലർ റേറ്റ് ആയിരിക്കണം. ആൻഡ് കുറച്ച് നന്നായിട്ട് അത്യാവശ്യം ജോലിയൊക്കെ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരായിരിക്കണം, നല്ലപോലെ നിൽക്കണം. ഐ മീൻ ആ ഒരു സ്ഥാപനത്തിലെ ആൾക്കാർക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റി വേണം ഓവർ ദ മെയ്ഡ്സ്. വരുന്ന ആൾക്കാർക്ക് ആ സ്ഥാപനത്തിലെ ആൾക്കാർ ഒരു എന്തെങ്കിലും ഒരു ഇത് വേണം. ലൈക്ക് അതായത് അവർക്കിപ്പോൾ ഞാൻ ദാ വീട്ടിൽ പോകുന്നു എന്നും പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് സുഖമല്ല ഞാൻ വീട്ടിൽ പോകുന്നു, അങ്ങനെ അതൊക്കെ ജസ്റ്റ് ഒരു സത്യമാവാം കള്ളമാവാം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് പെട്ടെന്ന് നിന്ന് നിൽപ്പിനൊക്കെ ഈ ആൾക്കാർ പോകുമ്പോൾ ചെറിയൊരു ഇഷ്യൂ. ഇപ്പോൾ ട്രിവാൻഡ്രം ബേസ്ഡ് ആരെങ്കിലും നല്ല വർഷങ്ങളായിട്ട് ഈ കണക്ഷൻ ഉള്ള നല്ല സ്ഥാപനങ്ങളുണ്ട്. നിങ്ങൾക്ക് അവിടെ ട്രസ്റ്റ് ചെയ്ത് നല്ല ഹൗസ് ഹെൽപ്സിനെ കിട്ടുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഒന്ന് അറിയിക്കുമോ പ്ലീസ്. ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെയാണ് കേട്ടോ. പക്ഷെ പലപ്പോഴും നമ്മുടെ കുറച്ച് പ്രൊഡക്റ്റീവായിട്ടുള്ള ടൈമായിരിക്കും നമ്മൾ ഇതുപോലെ പണിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അങ്ങ് പോകുന്നത്. എല്ലാവരും പറയാറുണ്ട് ലൈക്ക് സ്ത്രീകൾ വീട്ടുജോലി അത് ആക്ച്വലി ഒരു പുസ്തകത്തിലും എഴുതാതെ തന്നെ എങ്ങനെയോ സ്ത്രീകളുടെ തലയിലായിപ്പോയ ഒരു ജോലിയാണ് കേട്ടോ വീട്ടുജോലി. എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ വീട്ടിലെ പണികളെല്ലാം സ്ത്രീകൾ ചെയ്യും? ഞാൻ പണ്ട് എൻ്റെ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പരിചയപ്പെട്ടു പോകുന്ന എൻ്റെ ലൈഫിൽ വന്നു പോകുന്ന ധാരാളം സ്ത്രീകളുണ്ട്. നമ്മൾ പല കടകളിലും ഒക്കെ കാണുന്ന. ഒരു മിനിറ്റ്, എൻ്റെ ഫോണിൽ ഒരു കോൾ വരുന്നേ, ഞാൻ ആ കോളൊന്ന് എടുത്തിട്ട് ഇപ്പോൾ വരാം. ഒരു മിനിറ്റ് കോള്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ധാരാളം ലേഡീസ് നമ്മൾ അവരുടെ കൂടെ ഇങ്ങനെ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും വീട്ടിലെ കാര്യം, എന്തെങ്കിലും നമ്മൾ കാഷ്വലി ചോദിക്കും. അപ്പം ഭക്ഷണമൊക്കെ അപ്പോൾ കൊണ്ടുവന്നു രാവിലെ. അപ്പം അതിൽ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളതിലും സംസാരിച്ചിട്ടുള്ളതിലും ലൈറ്റ് ഇട്ടിട്ടില്ല. ഒട്ടുമിക്ക ലേഡീസും പറയുന്നത് അവരെല്ലാം ഒരു വെളുപ്പിന് ഒരു 4:30 മണി സമയത്ത് ഉറക്കം എണീക്കുന്നു. വീട്ടിലേക്ക് വേണ്ട ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഹസ്ബൻഡിനും കുട്ടികൾക്കും കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ഒരു 8 മണി കഴിയുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി അവർക്ക് ജോലിക്ക് എത്തേണ്ട സ്ഥലങ്ങളിൽ അവർ എത്തുന്നത്. എന്നിട്ട് തിരിച്ച് വീടെത്തി കഴിഞ്ഞാലോ പിന്നെ അന്നത്തെ തുണി കഴുകല്, പിന്നെ ബാക്കി ഡിന്നർ ഉണ്ടാക്കല്, എല്ലാവരും കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ പാത്രം കഴുകല്, വെക്കല്, പിന്നെ ഐ മീൻ ഇറ്റ് ഗോസ് ഓൺ, ലൈക്ക് ഇറ്റ്സ് വെരി ടയറിങ്. ഇറ്റ്സ് എക്സ്പെക്റ്റഡ് ദാറ്റ് ലേഡീസ് വിൽ ഡു, ലൈക്ക് എക്സ്പെക്റ്റഡ് ലേഡീസേ അത് ചെയ്യും. ഇപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ ജോലിക്ക് ആളുണ്ടോ ഇല്ലയോ, എൻ്റെയൊക്കെ വീട്ടിലെ സിറ്റുവേഷൻ ജോലിക്ക് ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾക്കൊന്നും ഒരു വ്യത്യാസവും വരില്ല, ഒരു കുറവും വരത്തില്ല. ലൈക്ക് എനിത്തിങ്, ക്ലീനിങ് ആയാലും ഫുഡ് ആയാലും വാഷിംഗ് ക്ലോത്ത്സ് ആയാലും ഡ്രൈയിങ് ആയാലും പിക്കിംഗ് ആയാലും എവറിത്തിങ് വിൽ ബി പക്ക. എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു സ്വഭാവത്തിൽ ഞാൻ ഒന്നും നാളത്തേക്ക് പെൻഡിങ് ആയിട്ടൊന്നും വെക്കത്തില്ല. എന്ത് പണിയുണ്ടോ ഇഫ് ഐ ആം ഹെൽത്തി ഇനഫ് ഞാൻ അങ്ങ് ചെയ്യും. ലൈക്ക് ഐ ഡോണ്ട് മൈൻഡ് ഡൂയിങ് ഇറ്റ് ഓൾസോ. പക്ഷെ when I think of the fact, like I keep thinking, ഞാനൊക്കെ ഈ വളരെ ലക്കി ആയിട്ടുള്ള ഒരു കാറ്റഗറിയിലുള്ള ഒരാളാണ്. ബിക്കോസ് എന്നെ ആരും ഫോഴ്സ് ചെയ്യാറില്ല പണി ചെയ്യാൻ. ഇപ്പം ഞാൻ ഈ പണികളൊന്നും ഇതൊക്കെ ഞാൻ ഇവിടെ നിന്ന് വലിച്ചു വാരിയിട്ട് നാളെ ചെയ്യാം എന്നും പറഞ്ഞിരിക്കുന്നത് എന്നോട് ആരും nobody will question me and I'm okay, but I'm doing it. ഞാൻ ചെയ്യുന്നത് ഞാൻ വോളണ്ടിയർ ചെയ്ത് ഹാപ്പി ആയിട്ടാണ് ചെയ്യുന്നതാണ്. പക്ഷെ പലർക്കും അങ്ങനെയല്ല. പലയിടത്തും ലൈക്ക് യു ഹാവ് ദീസ് സ്ട്രിക്റ്റ് ഹസ്ബൻഡ്സ്. ചെയ്യില്ല എനിക്ക് ഐ മീൻ വുഡ് ബി ലൈക്ക് ശരിക്കും ഡിമാൻഡിങ്. എന്തായി എനിക്ക് ഒരുപാട് വീടുകൾ അറിയാം. ഹസ്ബൻഡിനാകെ ഭയങ്കര ചൂടായിട്ട് തന്നെ ഭക്ഷണം കിട്ടണം. ലൈക്ക് അവരുടെയൊക്കെ കാര്യങ്ങൾ വിൽ ബി ലൈക്ക് പക്ക അങ്ങനെ. പിന്നെ ഇൻലോസിൻ്റെ കൂടെയൊക്കെ താമസിക്കുന്നതിൻ്റെ കാര്യങ്ങൾ വേറെ. അത് പലതും അവരുടെയും കൂടെയൊക്കെ ഇഷ്ടങ്ങളൊക്കെ നോക്കി ഈ
ചില സിനിമയിലൊക്കെ കാണിക്കുമ്പോൾ ചിലപ്പോൾ സിനിമ കാണുമ്പോൾ നമുക്കത് ഇച്ചിരി എക്സാജറേറ്റഡ് ആയിട്ട് തോന്നിയാലും അല്ല ഫ്യൂ പോയിന്റ്സ് ഒക്കെ പക്കാ തന്നെയാണ്, അതുപോലെയൊക്കെ തന്നെയാണ്. സോ നമ്മൾ എന്താ പറഞ്ഞു വന്നേ? നമ്മൾ പറഞ്ഞു വന്നേ എന്താണെന്ന് വെച്ചാൽ, എന്താ നമ്മൾ പറഞ്ഞു വന്നേ? എവിടെയോ തുടങ്ങി എങ്ങോട്ടോ പോയി. എനിക്ക് പുതിയ കിച്ചൺ വന്നതിന് ശേഷമല്ലേ ഐ ലവ് ക്ലീനിങ് ദിസ് പ്ലേസ്. നല്ല രസം, നല്ല സിങ്കാണ് ഈ പാത്രം കഴുകുന്നതൊക്കെ. താങ്ക്സ് ടു അർജുനാണ് നമ്മൾ നല്ലപോലെ കിട്ടുന്നത്. ഞങ്ങളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് വരുമ്പോൾ ഇത് ഇങ്ങനെ ഇങ്ങനെ വലിക്കുമ്പോൾ വരുന്ന പൈപ്പ്, ഇതൊക്കെ നമ്മൾ എവിടെയോ താമസിക്കുമ്പോഴേക്കും അങ്ങനത്തെ കൊണ്ടേ കൊള്ളായിരുന്നു. ഞാൻ കാണുന്ന ഹാമി മോമിയുടെ വീഡിയോയിൽ പുള്ളിക്കാരിയുടെ കിച്ചൺ സിങ്കൊക്കെ ക്ലീൻ ചെയ്യുന്ന ഷോർട്സ് മിക്ക വീഡിയോയിലും കാണിക്കുക. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഞാൻ കൊള്ളാലോ, നമ്മുടെ ഇവിടെയൊക്കെ അത് കിട്ടുമോ എന്നിങ്ങനെ വിചാരിച്ചു. അപ്പം ഞാൻ അർജുനോട് പറയുമ്പോൾ അർജുൻ കറക്റ്റ് അത് കിട്ടുന്ന കടയിൽ കൊണ്ടുപോയി എനിക്കതെല്ലാം വാങ്ങി തന്നു. ഇപ്പോഴും ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് നമ്മൾ ആരും ഇവിടെ കാര്യമായിട്ടുള്ള കുക്കിംഗ് ഒന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ല. ബിക്കോസ് എല്ലാവരും എപ്പോഴും ഒരു വിധം തിരക്കാണ്. അപ്പം ഞാൻ നേരത്തെ എന്താ പറഞ്ഞു തന്നെ, ഈ വീട് ക്ലീനിങ്, പാത്രം കഴുകൽ, മറ്റത് മറിച്ചത്, തുണി കഴുകൽ, പിള്ളേരുടെ ബേസിക് കാര്യങ്ങൾ നോക്കുന്നത്, ഇങ്ങനെയൊക്കെ ഉള്ളത് എങ്ങനെയോ കാലാകാലങ്ങളിൽ അതങ്ങ് സ്ത്രീകളുടെ മാത്രം ഒരു ഉത്തരവാദിത്വമായി മാറി. ദാറ്റ്സ് എ വെരി സാഡ് തിങ് അല്ലേ? എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നാറുണ്ട് ചില വീടുകളിൽ. ലൈക്ക് ഫോഴ്സ്ഫുള്ളി ആയിട്ടല്ല, ഹസ്ബൻഡ്സ് അറിഞ്ഞ് വെൻ ദേ കം ആൻഡ് ഹെൽപ്പ്, യുനോ. ഇന്നത്തെ പാത്രം ഞാൻ കഴുകാം, ഇന്ന് ടെറസിൽ തുണി ഞാൻ കൊണ്ടുവിരിക്കാം, അല്ലെങ്കിൽ ഇന്ന് ഞാൻ അവിടെ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ കുട്ടികളെ രാവിലെ ഞാൻ കുളിപ്പിച്ച് സ്കൂളിൽ കൊണ്ടുവന്നിട്ട് റെഡിയാക്കാം, ഇന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നതിന് ഞാൻ ഹെൽപ്പ് ചെയ്യാം. അങ്ങനെയൊക്കെ വോളണ്ടിയർ ചെയ്ത് പറയുന്ന ആൾക്കാർ കുറച്ച് കുറവാണ്. അങ്ങനത്തെ ഐ നോ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ഡു ദാറ്റ്, ബട്ട് ഇറ്റ്സ് ബേസിക്കലി കുറച്ച് കുറവ്. ഇപ്പം ഭാര്യ അടുക്കളയിൽ തലയും കുത്തി കിടന്ന് കഷ്ടപ്പെടുമ്പോഴും വളരെ റിലാക്സ് ചെയ്ത് സിറ്റിംഗ് റൂമിലിരുന്ന് ന്യൂസ് പേപ്പർ വായിച്ച് ഒരു ഫ്രണ്ടിനെ വിളിച്ച് ഫോൺ ചെയ്ത് ഒരു ചായയൊക്കെ കുടിച്ച് ഒരു മണിക്കൂറോളം റിലാക്സ് ചെയ്തിരിക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാരെ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ വീണ്ടും എന്താ പറഞ്ഞു തന്നെ? മറന്നുപോയി. പാത്രം കഴുകിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് വെറുതെ ഒന്ന് പറയുക. അപ്പം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭാര്യമാർ ചോദിക്കാതെ അങ്ങോട്ട് പോയി ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. ദാറ്റ് ബി റിയലി നൈസ് അല്ലേ? അത് ആ പെണ്ണുങ്ങളുടെ മാത്രം ഒരു പണിയാണ് എന്ന് മെയിൻലി എനിക്ക് തോന്നുന്നു. ഈ കിച്ചൺ ക്ലീനിങ് ഒക്കെ ഒരു പക്ഷേ പെണ്ണുങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലീനർ ആകും എന്നൊരു ഫീൽ. പക്ഷെ നമ്മളിപ്പം റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ മെയിൻ കുക്ക്, ഷെഫ് ഒക്കെ ആയിട്ട് ക്ലീനിങ്ങിനൊക്കെ നിൽക്കുന്ന ആളുകളായിരിക്കും. പെണ്ണുങ്ങളെക്കാൾ അടിപൊളിയായിട്ട് അവർ ചെയ്യുന്ന പോലെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ വീടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി പെണ്ണുങ്ങൾ ചെയ്താലേ ശരിയാകും. ഇപ്പം ഞാൻ തന്നെ ഇപ്പം നമ്മുടെ വീട്ടിൽ ഇപ്പം കിച്ചു വന്ന് ഈ സിങ്ക് ഒക്കെ ഇവിടെയൊക്കെ ഒന്ന് നീറ്റാക്കി തരാൻ വോളണ്ടിയർ ചെയ്തു എന്ന് വെച്ചോ, ഞാൻ പറയും അയ്യോ കിച്ചു കുളവാക്കല്ലേ, കിച്ചു എന്താ ഇപ്പൊ ഈ പാത്രം കിച്ചു കഴുകാമെന്ന് പറയും. ഇപ്പം ഡാഡി ഭക്ഷണം കഴിച്ചാൽ ഓടി വരും പാത്രം കഴുകാനെ, പുള്ളിക്കുമല്ലേ. അപ്പൊ ഞാൻ പറയും ഡാഡി അവിടെ വെച്ചിട്ട് പോകും. ബിക്കോസ് എനിക്കറിയാം ഡാഡി കഴുകിയ ആ പാത്രം ഞാൻ ഒരിക്കൽ കൂടെ കഴുകേണ്ടി വരും, മര്യാദക്കെല്ലാം ഒന്നും പോകത്തില്ല. ഇപ്പൊ ഡാഡിക്ക് വലിയ ഇഷ്ടമാണ്, ഡാഡി ഓടി വരും പാത്രം കഴുകുമ്പോൾ. ഡാഡി അവിടെ വെച്ചിട്ട് അമ്മ പറഞ്ഞു ഡാഡി അവിടെ വെച്ചിട്ട് പ്ലീസ് കഴുകണ്ട, ഞാൻ കഴുകാം. ഡാഡി കപ്പൊക്കെ ചായ കുടിച്ചു കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ തുടച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പം എനിക്ക് പിടി കിട്ടുമോ, ഡാഡി കഴുകി തുടച്ചു. പിന്നെ ഞാൻ നോക്കുമ്പോൾ നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ടാവത്തില്ല. ഡാഡി ജസ്റ്റ് ഇങ്ങനെ വെള്ളത്തിൽ കാണിച്ച് എന്നെ ഹെൽപ്പ് ചെയ്യാനാണ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിച്ചൺ റെഡി ആവുന്നതിന് മുമ്പ് ആകെ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് നമ്മളെ വീട് നടന്നത്. അപ്പോൾ എപ്പോൾ നോക്കിയാലും ഡാഡി ചായ കുടിച്ചിട്ട് വേഗം ഗ്ലാസ് കഴുകുന്നുണ്ടാവും, തുടച്ച് വെക്കുന്നുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു ഡാഡിയോട് ഒന്നും പറയുമോ കഴുകണ്ട, അത് ഡാഡി കഴുകി വെക്കുന്ന വൃത്തിയാവുന്നില്ല, ഞാൻ ഒരിക്കൽ കൂടെ കഴുകണം. അപ്പം അവിടെ വെച്ചിട്ട് പോയാൽ മതി, ഞാൻ കഴുകും. അപ്പോൾ ചിലർ അതുപോലെ ഉണ്ട്. ഇപ്പോൾ കിച്ചണിൽ തന്നെ ഇപ്പം നമ്മളിതൊന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചാൽ നല്ല മൂഡാണെങ്കിൽ തീർച്ചയായിട്ടും വരും ഹെൽപ്പ് ചെയ്യാൻ. പക്ഷെ വന്നാലോ ഒരിക്കലും നമ്മൾ വിചാരിക്കണ ആ ഒരു രീതിയിൽ എത്തത്തില്ല. അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്. പക്ഷെ എന്നാലും വോളണ്ടിയറൊക്കെ ചെയ്ത് ഹെൽപ്പ് ചെയ്താൽ വളരെ നല്ലൊരു കാര്യമാണ്. കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മഴയല്ലേ ഇവിടെ? നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ? നമുക്ക് വേണ്ടത്തെ ഇടയ്ക്കിടയ്ക്ക് അടിപൊളി മഴ, ഭയങ്കര ഹെവി റെയിനാണ്. ആൻഡ് മെനിഞ്ഞാന്ന് രാത്രി എപ്പോഴോ പാതിരാത്രി എത്രയോ മണിയായപ്പോൾ കറണ്ട് പോയി. അതിവിടെ ഏതോ 2 മരങ്ങൾ ഏതോ പോസ്റ്റിൻ്റെ മേലിൽ കൂടെ വീണു, വയറെല്ലാം കട്ടായി. അപ്പോൾ കറണ്ട് പോയപ്പോൾ ഇൻവേർട്ടർ നാച്ചുറലി ഉണ്ടായിരുന്നു. 4-5 മണിക്കൂർ
നമ്മുടെ എല്ലാ റൂമുകളിലും കിടന്നില്ലേ ഇൻവേർട്ടർ. അപ്പോഴത്തേക്കും 4 മണിക്കൂറെങ്കിലും 3.5-4 മണിക്കൂറേ നിൽക്കൂ. നമ്മളിപ്പോൾ 3-4 ഫാനും മറ്റേ ടി വി മറ്റേ CCTVയുടെ ഒക്കെ സ്വിച്ചൊക്കെ ഇന്റർനെറ്റിൽ ഇൻവേർട്ടറിൽ വെക്കും. അപ്പോൾ ഏതോ ഒരു നേരമായപ്പോൾ ഇങ്ങനെ ഫാൻ ഇങ്ങനെ സ്ലോ മോഷൻ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ കണ്ണ് തുറക്കുന്നത്. അപ്പോൾ എനിക്ക് പിടികിട്ടി, ഓ കറണ്ട് പോയി എന്ന് തോന്നുന്നു, ഇൻവേർട്ടർ മരിക്കാറായി എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് കിടന്നപ്പോൾ ഇൻവേർട്ടർ മരിച്ചു. പിന്നെ കുറച്ച് നേരം കിടന്നിട്ട് ഞാൻ എണീറ്റു. പക്ഷെ ആ ഒരു ക്ലോസ്ഡ് റൂമിൽ ആ ലെസ് ഇലക്ട്രിസിറ്റി, ആ ലെസ് ഫാനും ഒക്കെ ആയിട്ട് കിടന്നപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു തലവേദന. അതിങ്ങനെ തല പൊട്ടിത്തെറിക്കണ പോലത്തെ തലവേദന. അങ്ങനെ ഇന്നലെ കുറച്ച് ഫ്രീ ടൈം കിട്ടിയോണ്ട് ഞാൻ ഒരു ഡിക്കിയുടെ അടുത്തെടുത്ത് നമ്മൾ ജാവേദ് റിസ്വാൻ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഒരു ചെറിയ ഓയിൽ മസാജൊക്കെ ചെയ്തു. ദെൻ ഐ ഫെൽറ്റ് ഗുഡ്. എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം കുറച്ച് സമയം കിട്ടിയപ്പോൾ വേഗം പോയി പെഡിക്യൂർ ചെയ്തു. കുറേ നാളായിരുന്നു ചെയ്തിട്ട്. നാളെ നമുക്കിവിടെ ചെറിയൊരു ഫങ്ഷൻ ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് ഓസിയുടെ ഒരു ബേബി ഷവർ, ലൈക്ക് കുറച്ച് നാൾ നടന്നത് ഒരു വളകാപ്പൊക്കെ ഒരു ബേബി ഷവർ. ആൻഡ് നമ്മുടെ ശാന്തിനിയിലെ കോസ്റ്റ്യൂംസാണ് എല്ലാവരും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചെറിയൊരു ബേബി ഷവർ പോലെ നടത്തുന്നു. നമ്മൾ പണ്ട് ബ്രൈഡൽ ഷവർ നടത്തിയില്ലേ, ഓസിയുടെ കുറച്ച് ഫ്രണ്ട്സും നമ്മൾ കുറച്ച് പേര്, അതുപോലത്തെ ഒരു കുഞ്ഞു പ്രോഗ്രാം ഓബൈ താമരയിൽ ഒരു കുഞ്ഞു മുറിയിൽ ജസ്റ്റ് ഇങ്ങനെ നടത്തുന്നു. സോ ലെറ്റ്സ് സീ ടുമോറോ ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ബി. there was something that I wanted to share. ഇതാണ് സംതിങ്. ഞങ്ങളുടെ മാംഗോസ്റ്റിൻ മരത്തിൽ ധാരാളം മാംഗോസ്റ്റിൻ ആയേ. നോക്കിയേ, കുറേ ആയി. കുറേ നമ്മൾ കഴിച്ചു. കുറേ കിച്ചു എടുത്ത് മുകളിൽ റൂമിൽ കൊണ്ട് വെച്ചേക്കുന്നു. ആൻഡ് നമ്മൾ കടയിലൊക്കെ വാങ്ങുമ്പോൾ ലുക്ക് അറ്റ് ദിസ് ബ്യൂട്ടിഫുൾ കളർ, സോ ബ്യൂട്ടിഫുൾ. ആക്ച്വലി നമ്മൾ കടയിൽ വാങ്ങണമെന്ന് എനിക്ക് തോന്നുന്നു മരത്തിൽ നിന്നൊക്കെ പറിച്ചു വല്ല 2 ആഴ്ചയോ 1 മാസമോ ഒക്കെ പഴക്കമുള്ളതായിരിക്കും. ഇത് ഇന്നലത്തേതാണെന്നാണ് തോന്നുന്നത്. പക്ഷെ അതിങ്ങനെ പറിച്ചു കൊണ്ടുപോകുന്ന ആ ദിവസമുണ്ടല്ലോ, ഇതിൽ കാണുന്നില്ലേ ആ ഒരു ഈ ഒരു ഷെയ്ഡ് കണ്ടോ, ഒരു മെറൂണിഷ് വയലറ്റിഷ് പർപ്പിളിഷ് ആ ഒരു ഷെയ്ഡ്, അത് കാണുമ്പോൾ ഇറ്റ് ലുക്ക് സോ ബ്യൂട്ടിഫുൾ. ആൻഡ് ഈ എക്സോട്ടിക് ഫ്രൂട്ട്സ് ഒക്കെ നമ്മുടെ ഗാർഡനിൽ ഇങ്ങനെ പറിക്കാൻ പറ്റുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ഇറ്റ് ഈസ് സോ ഗുഡ്. അപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് പണ്ടൊരു മാംഗോസ്റ്റിൻ 4 മരം ഉണ്ടായിരുന്നു. അത് വളരെ നമ്മൾ ഓൾമോസ്റ്റ് റംബൂട്ടാൻ്റെ പോലത്തെ പ്രായമുള്ള മരങ്ങളായിരുന്നു. അതിന് വേണ്ടിയൊക്കെ കാത്തിരുന്നു. അത് വളർന്നു വലുതായി ഒക്കെ വന്നിട്ട് കാച്ചപ്പോഴോ ഇത്രയുള്ള കുഞ്ഞു കാ. അങ്ങനെ അത് കിച്ചു മറ്റേ ഈ ചെടികളുടെയൊക്കെ ഗ്രൂപ്പ് ആൾക്കാരെ കാണിച്ചു പറഞ്ഞു ഇത് റോങ് മരമാണ്. അങ്ങനെ എല്ലാം വെട്ടി. ഈ മാംഗോസ്റ്റിൻ മരം ഇഫ് ഐ എം നോട്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുഴിപ്പള്ളം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ട്രിവാൻഡ്രത്ത് നിന്ന് നെയ്യാറ്റിൻകര സൈഡിലോട്ട് പോകുമ്പോൾ. അവിടെ പോയി ഞങ്ങൾ വാങ്ങിച്ച കിച്ചുവിൻ്റെ കൂടെ പോയിട്ട് നമ്മൾ വാങ്ങിയാണ് ഈ മരം, മഞ്ഞ റംബൂട്ടാനൊക്കെ. അപ്പം ഈ മരത്തിനോട് ഏറ്റവും അധികം സ്നേഹം കിച്ചുവിനാണ്. കിച്ചുവിൻ്റെ ഒരു വളരെ പ്രൗഡായിട്ടുള്ളൊരു സംഭവമാണ്. ചില ഫ്രൂട്ട് തുറക്കുമ്പോൾ കുറച്ച് ഒരു യെല്ലോനെസ് കാണും. ആൻഡ് ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ തായ്ലൻഡ് ഇമ്പോർട്ടഡ് എന്നൊക്കെ പറയുന്ന വരില്ലേ, അതേ സ്റ്റാൻഡേർഡ് അതേ ടേസ്റ്റാണ്. പക്ഷെ ചിലതിന് ഇതുപോലെ വേണ്ടോ ചെറിയ ഇഷ്യൂ ആണ്. അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിന് കാണും. കടയിൽ നിന്ന് വാങ്ങുന്നതിന് അതുണ്ടെങ്കിൽ നമുക്ക് സങ്കടവും. കാരണം 1 കിലോ ഞാൻ പോണ കടയിൽ സുപ്രീമിലും സ്പ്രിങ്ങിലും ഒക്കെ 1 കിലോ 650 രൂപയോ അങ്ങനെയൊക്കെ വരിക. 1 കിലോയ്ക്ക് 7-8 എണ്ണം വരും. 2 എണ്ണം ഇതുപോലെ കുളമായ വിഷമാവില്ലേ? ഇത് നല്ലതായിരിക്കും. അതിൽ തൊടുമ്പോൾ നല്ല സോഫ്റ്റ് ആണെങ്കിൽ ആകം പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. എങ്ങനെയുണ്ട്? ഇത് കൊള്ളാം. ഇറ്റ്സ് വെരി സ്വീറ്റ്. ഞാൻ മാംഗോസ്റ്റിൻ ആദ്യം കഴിച്ചിട്ടുള്ളൊരു കഥ പറഞ്ഞുതരാം. ഞങ്ങളും മസ്കറ്റിലായിരുന്നു. അപ്പം എൻ്റെ ഫ്രണ്ട് ഹസീന വളരെ ചെറുപ്പത്തിലാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ ഹസീന ഒരിക്കൽ ഹണിമൂണിനോ മറ്റോ ശ്രീലങ്കയിൽ പോയിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ റംബൂട്ടാൻ ഞങ്ങൾ പണ്ട് ഞങ്ങളുടെ സ്കൂളിൽ ലിൻഡ എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ഒരു സീനിയർ അവരുടെ ഏതോ ഫാമിന് കൊണ്ടുവന്നു. കഴിച്ചിട്ട് എൻ്റെ തോട് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ബോർഡിങ്ങിനല്ലേ കണ്ടു. അപ്പം ഞങ്ങളിങ്ങനെ ഇതിലെ സുലു ഹസീന ഞങ്ങളുടെ അതിലേക്ക് പറഞ്ഞു, യോ വാട്ട് ആർ ദേ ഈറ്റിംഗ് എന്ന് ഞങ്ങളിങ്ങനെ പറയണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിച്ചിട്ട് ഒരു തോടൊക്കെ അവിടെ പുറത്തിട്ടു.
ഒരു സൈഡിൽ കിടന്നു 5-6 തോട്. അങ്ങനെ ഞങ്ങളത് പോയി എടുത്തിട്ടിങ്ങനെ റംബൂട്ടാൻ്റെ തോടിൻ്റെ ഉള്ളിൽ ഞങ്ങളിങ്ങനെ തൊട്ട് ഇങ്ങനെ നക്കിയൊക്കെ നോക്കിയ ടു നോ വാട്ട് ഇറ്റ് ഈസ്. അപ്പോൾ ഭയങ്കര മധുരം. പിന്നെ ഞങ്ങൾ ആരോ പറഞ്ഞിട്ട് ഇതിൻ്റെ പേരൊക്കെ ചോദിച്ചപ്പോൾ ആർക്കറിയാം. ഒരു മറ്റേ ഐഷാനി വരുന്നു, ഇഷാനി എന്നെ വിളിക്കുന്നു. കോൾ എടുത്തിട്ട് ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു. ഹാൻസ് ബേബി ആൻഡ് ഇഷാനി തിരിച്ച് വന്നതാണ്. ഞാൻ അവർക്ക് വേണ്ടി ഗേറ്റൊക്കെ തുറക്കാൻ വന്നു. ബേബി എടാ ഇഷാനി പാർക്ക് ചെയ്യുന്ന നല്ലപോലെ നോക്ക്. അപ്പോൾ അവന് വന്നതാ ഇഷാനി ആൻഡ് ഹൻസു. മറ്റേ 2 ദിവസമായിട്ട് മഴ കൂടി നിൽക്കുന്നതുകൊണ്ട് ബാക്കിൽ കാർഷത്തിലെ കാറൊക്കെ പുറത്താണ്. അങ്ങനെ അത് പാർക്ക് ചെയ്യാൻ പോയി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് മാംഗോസ്റ്റീൻ ഞാൻ ആദ്യമായിട്ട് കഴിച്ച കഥ. ദിസ് വിൽ ബി വേ ബാക്ക് മേ ബി ഇൻ 89 ആ സമയത്ത്. അങ്ങനെ ഹസീന ഒരു ദിവസം കല്യാണം കഴിഞ്ഞിട്ട് കൊച്ചുകളിപ്പോൾ എന്നെ വിളിച്ചിട്ട് എന്നോടിങ്ങനെ പറഞ്ഞായിരുന്നു, നമ്മൾ പണ്ട് ലിൻ്റെയൊക്കെ കഴിച്ചിട്ടിട്ട് ആ ഒരു ഫ്രൂട്ട് കണ്ടില്ലേ, ആ ഫ്രൂട്ടിൻ്റെ പേര് റംടൺ എന്നാണ്. റംബൂട്ടാൻ അങ്ങനെ ഒരു വേർഡ് നമ്മൾ കേട്ടില്ല, റംടൺ എന്നാണ്. അത് ശ്രീലങ്കയിൽ ഞാൻ കണ്ടു, ഭയങ്കര ടേസ്റ്റായിരുന്നു. മിക്കവാറും അത് മസ്കറ്റിലൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്, ഇമ്പോർട്ടഡ് ആയിട്ടൊക്കെ അവിടെയൊക്കെ വരാൻ ചാൻസ് ഉള്ളതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ന്യൂസ് കിട്ടിക്കൊണ്ട് ഞാൻ ഡാഡിയോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡാഡി ഇങ്ങനെ ഫ്രൂട്ട് ഉണ്ട്, ഞങ്ങൾക്കത് കഴിക്കാൻ ഭയങ്കര കൊതിയാണ്. സ്കൂളിൽ ഞങ്ങൾ പണ്ട് കൊച്ചായിരുന്നപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഇങ്ങനെ തോടെല്ലാം നക്കി നോക്കിയിട്ടുണ്ട്, ഭയങ്കര ടേസ്റ്റാണ്, കാണാൻ ഭയങ്കര രസമാണ്. ആ ഒരു ഫ്രൂട്ട് നമുക്ക് എവിടെന്നെങ്കിലും വാങ്ങിക്കൊണ്ട് വരുമോ? അതിൻ്റെ പേര് റംബൂട്ടാൻ റംടൺ എന്നാന്ന് പറയും. അങ്ങനെ ഡാഡി അന്നൊക്കെ അവിടെ ഈ എക്സ്പെൻസീവ് ഫ്രൂട്ട്സ് ഒക്കെ കിട്ടുന്ന സൂപ്പർ മാർക്കറ്റ്സ് ഒക്കെ കുറവാണ്, എന്നാലും ഉണ്ട് എവിടെയൊക്കെ. നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ഇത് ലോങ് ബാക്ക് അല്ലേ, ഒത്തിരി കാലം മുമ്പ്. അങ്ങനെ ആ ദിവസമോ എൻ്റെ പിറ്റേന്നോ വൈകുന്നേരം ഡാഡി വന്നപ്പോൾ ഡാഡി ഏതാണ്ടൊക്കെ ഫ്രൂട്ട്സ് വാങ്ങിച്ചുകൊണ്ട് വന്നു. സംതിങ് എന്നുള്ളത് അതെ. പക്ഷെ അതിൽ റംബൂട്ടാൻ ഇല്ലായിരുന്നു, പകരം ഒരു പാക്കറ്റ് ഇതുണ്ടായിരുന്നു, ഒരു ബോക്സ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ പറ്റില്ല, ആദ്യമായിട്ടൊരു സാധനം കാണുന്ന പോലെ ഞാനും സിനിയും മൈ ഡാഡ് മോം നമ്മളെല്ലാവരും കൂടെ ചുറ്റി എടുക്കിയിട്ട് ഇതെന്ത് സാധനം, ഇതല്ല, ഐ എം ടെല്ലിങ് മൈ ഡാഡ് ഇതല്ല, അതിങ്ങനെയല്ല, അത് ചുവപ്പ് കളറാണ്, അതിലിങ്ങനെ ചെറിയൊരു നൂല് പോലെ ഒരു സാധനം വരും, ഒരു മുടി പോലെ ഒരു സാധനം കാണും, അത് ഇങ്ങനെയല്ല ഇരിക്കുന്നത്. അപ്പോൾ ഡാഡി പറയും, ഞാൻ കടയിൽ പോയി ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഡാഡി പോയിട്ട് ഇതൊരു പുതിയ തരം ഫ്രൂട്ട് ഉണ്ടോ, അകത്ത് ഭയങ്കര ടേസ്റ്റാണ്, എന്തോ ആണ്, ഡാഡി കളർ പറഞ്ഞില്ല. അങ്ങനെയാണ് അവന്മാർ ഇത് കൊടുത്തുവിട്ട്. അങ്ങനെ ഞങ്ങൾ ഇത് തുറന്നപ്പോഴോ നമ്മുടെ ഇതെന്താ വെളുത്തുള്ളി പോലെ ഇരിക്കുന്നത്, എങ്ങനെയാണ് കഴിക്കേണ്ടത്, ഇതിൻ്റെ തോടാണോ കഴിക്കേണ്ടത്, ഇതിൻ്റെ അകമാണോ കഴിക്കേണ്ടത്, അങ്ങനെ ആകെ ഒരു ടേസ്റ്റ് വെച്ചു. നക്കിയൊക്കെ നോക്കിയപ്പോൾ ഒക്കെ അത് മധുരമായിരുന്നു, അവനത് കഴിച്ചു. അങ്ങനെയായിരുന്നു ഞാൻ ആദ്യമായിട്ട് മാംഗോസ്റ്റും കണ്ടതും കഴിച്ചതും. അത് കഴിച്ചത് ഇഷ്ടപ്പെട്ടതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇത് വാങ്ങുമായിരുന്നു. പിന്നെ ചെറി ഡാഡി എപ്പോഴും കൊണ്ടുവരുന്നത്. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ഡാഡിക്ക് ഇതൊരു ഭാഷയായിരുന്നു, എങ്ങനെയെങ്കിലും പോയി ഞങ്ങൾക്ക് വേണ്ടി റംബൂട്ടാൻ തപ്പി കൊണ്ടുവന്നു. അങ്ങനെ ഡാഡി കുറച്ച് ദിവസം റംബൂട്ടാൻ തപ്പി എടുത്ത് കൊണ്ടുവന്നു. ആ സീസണിൽ ഞാൻ റംബൂട്ടാനൊക്കെ വെച്ചിട്ട് എടുത്തൊരു ഫോട്ടോ ഉണ്ട്. ഒരു മിനിറ്റ്. എൻ്റെ ഒരു പഴയ ഫോട്ടോയാ. എൻ്റെ ഇടത്തെ കയ്യിലിരിക്കുന്നത് റംബൂട്ടാണ്, കാണുന്ന. അങ്ങനെ റംബൂട്ടാൻ നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. അതായത് ഈ മാംഗോസ്റ്റിൻ്റെ സാധനത്തിൽ കറയുണ്ട്. നമുക്ക് എൻ്റെ സ്കോച്ച് ബ്രൈറ്റിൻ്റെ പുതിയ സാധനം കളറായിപ്പോയി. അപ്പോൾ ഞാൻ ഇടയ്ക്കൊരു ദിവസം കാണിച്ചില്ലേ, മുരിങ്ങയില ഇട്ടിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടുള്ളൊരു കറി. അതിവിടെ സ്ഥിരമാക്കുന്നുണ്ട്. സച്ച് എ കംഫർട്ടിങ് കറി കേട്ടോ. എനിക്കിനി അതൊന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യണം വിത്ത് ന്യൂ തിങ്സ്. ഇന്നലെ ഈശാനിയുടെ ഫ്രണ്ട് വീണയുടെ വീട്ടിൽ പോയപ്പോൾ വീണയുടെ വീട്ടിൽ നിന്ന് കുറേ മാങ്ങ കൊടുത്തയച്ച്, നല്ല ടേസ്റ്റുള്ള മാങ്ങ. ഈ മാങ്ങയുടെ പേര് എനിക്കറിയത്തില്ല, പക്ഷെ നല്ല ടേസ്റ്റുള്ള മാങ്ങ. അടുത്ത കിച്ചുവിൻ്റെ ഓഫീസിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ നിന്നും കുറച്ച് മാങ്ങ തന്നു. അത് നല്ല ടേസ്റ്റി മാങ്ങയായിരുന്നു, ഞങ്ങളുടെ ഗാർഡനിലായതാണ്. ഈ കളറുള്ള പാഷൻ ഫ്രൂട്ടൊക്കെ പൊതുവേ നമുക്ക് ആരുടെയെങ്കിലും പറമ്പിൽ നിൽക്കുന്നത് കാണുമ്പോൾ കഴിക്കാൻ ഭയങ്കര ഒരു കൊതിയാണ്. പക്ഷെ നമ്മുടെ വീട്ടിലെ പറമ്പിലാകുമ്പോൾ ഒരു മൈൻഡും ഇല്ല. ഞങ്ങളുടെ ഗാർഡൻ ധാരാളം നിൽക്കും. ഈവൻ ദിസ് സ്റ്റാർ ഫ്രൂട്ട്
ഈ സ്റ്റാർ ഫ്രൂട്ടൊക്കെ നമ്മുടെ ഗാർഡനിൽ നിന്ന് പറിച്ച് ഇവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ നമ്മളാരും കഴിക്കുന്ന പോലുമില്ല. അതിനെ നോക്കി നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ലൈക്ക് വി ആർ നോട്ട് ലൈക്ക് ബോതേർഡ്. പക്ഷേ ഇതേ സ്റ്റാർ ഫ്രൂട്ട് ഞാനൊക്കെ പല സ്ഥലത്തും ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ വീട്ടിൽ മരം വരുന്നതിന് മുന്നേ അമ്മ കുഞ്ഞായിരുന്നു. അപ്പോൾ അമ്മൂന് 1 വയസ്സുള്ളപ്പോൾ ഞങ്ങളൊരു കൊടൈക്കനാൽ ട്രിപ്പ് പോയി. ഹസീനയുടെ ഹസ്ബൻഡ് സെയ്യദിൻ്റെയും അഫ്സറിൻ്റെയൊക്കെ കൂടെ. ആ ട്രിപ്പ് ഞങ്ങൾ പോയപ്പോഴത്തേക്ക് കൊടൈക്കനാലിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ വഴിയിലൊരു സ്ഥലത്ത് നിർത്തിയിട്ട് ഈ റോഡ് സൈഡ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചപ്പോൾ അതിലും വലിയതായിരുന്നേ സ്റ്റാർ ഫ്രൂട്ട്. അതൊരു ചെത്തി ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് തന്നത് ഭയങ്കര ടേസ്റ്റ്. മധുരം ഉള്ളതിൽ ഉപ്പും മുളക് പൊടിയൊക്കെ ഇടുമ്പോൾ ഒരു വല്ലാത്ത രുചിയാണ് അതിന്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ സ്റ്റാർ ഫ്രൂട്ട് കാണുന്നത്. പിന്നീട് ഈ തരം മരങ്ങൾ നമ്മൾ കേരളത്തിലൊക്കെ പതുക്കെ കണ്ടു തുടങ്ങി. ഞങ്ങളുടെ ഈ വീട്ടിൽ വന്നിട്ടാണ് ഞങ്ങൾ ഈ മരം ഇവിടെ നട്ട്. മേ ബി 20 വർഷമായിട്ട് നട്ടു. ഒരു 17-18 വർഷത്തിനകത്ത് കാച്ചു തുടങ്ങി. ഞങ്ങളുടെ വീട്ടിലുണ്ട്, ഡാഡിയുടെയൊക്കെ വീട്ടിലുണ്ട്. ഞങ്ങൾ പാലക്കാട്, തൃശ്ശൂർ ആ റൂട്ടിൽ ഏതോ ഒരു നഴ്സറിയിൽ നിന്നാണ് ഇത് കൊണ്ടുവന്നത്. അതാ പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഇതുപോലെ ആയിരിക്കും ചെറിയും സ്ട്രോബെറിയും നല്ല അടിപൊളി ആപ്പിളൊക്കെ കിട്ടുന്ന നമ്മൾ മറ്റേ അസർബൈജാൻ വീഡിയോസിലൊക്കെ കാണത്തില്ലേ? അസർബൈജാൻ, ഞാൻ ആലോചിക്കുകയായിരുന്നു പണ്ട് അസർബൈജാൻ, ടർക്കി ആ സ്ഥലങ്ങളൊക്കെ നമുക്ക് ട്രാവൽ ലിസ്റ്റിൽ പോകണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്ന നമ്മൾ ആഗ്രഹിച്ച സ്ഥലങ്ങളാണ്. ഇപ്പം ഈ വാർ സീസണിൽ അവന്മാരെല്ലാവരും കൂടെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് ആകെ കുളമായി. വല്ല കാര്യമുണ്ട്. അസർബൈജാൻ വീഡിയോസിലൊക്കെ കാണിക്കും ഈ ഭയങ്കര ഭംഗിയുള്ള ഗാർഡൻസ് വിത്ത് ഫുൾ ആപ്പിൾ, പേർ, ചെറി ആൻഡ് ഓൾ ദാറ്റ്. അപ്പോൾ അവർക്കൊക്കെ ഒരു പക്ഷെ നമ്മൾ ഈ ഇതിനെയൊക്കെ കാണുന്ന പോലെ ആയിരിക്കും. അവർക്ക് വലിയൊരു മൈൻഡൊന്നും കാണൂല. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഹെയർ കളർ ചെയ്തുകൂടെയൊക്കെ ഫുൾ നരയായിരുന്നേ. എനിക്കിഷ്ടമല്ല ഹെയർ കളർ. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ചെയ്തില്ലെങ്കിലും ആകെ ഒരു സുഖമില്ല, ഒരു ലുക്കില്ല. ഇവിടെയൊക്കെ കുറച്ച് ഗ്രേ ധാരാളം നിന്നാലേ. എത്ര കാലം കളറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ കോവിഡ് തുടങ്ങിയിട്ടാണ് പെട്ടെന്ന് കാരണം ഞങ്ങൾ കോവിഡ് തുടങ്ങണ 2021 വരെ ഞാൻ ഈ ചുവക്കെ മൈലാഞ്ചി ഇട്ടുണ്ട്. അവിടെ നമുക്ക് കുറച്ച് കാര്യം ഉണ്ടായിരുന്നുള്ളൂ, അവിടെ എവിടെയൊക്കെ ഓരോന്നും. പക്ഷെ പിന്നെ ഏതോ ഒരു പോയിന്റിൽ ഫ്രണ്ടിലൊക്കെ ഉള്ളത് അങ്ങോട്ട് കൂടി. എനിക്ക് പക്ഷേ ഫ്രണ്ടിലൊക്കെ ഒരുപാടുള്ളപ്പോൾ റെഡ് കളർ ഇങ്ങനെ കാണുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെ അപ്പോൾ ഓക്കെ, പോട്ടെ. ഗുഡ് നൈറ്റ്, ബൈ. എല്ലാം കഴിഞ്ഞെത്തി. സ്ട്രീറ്റ് ലൈറ്റ്സ് ഒന്നുമില്ല. ആൻഡ് ഇറ്റ്സ് നോട്ട് ഓക്കെ. ഒറ്റ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല എന്ന് മാത്രമല്ല, ഒരു വീടുകളിലും ആരും ഗേറ്റിൽ ലൈറ്റ് ഇട്ടിട്ടില്ല. ഞങ്ങൾ മാത്രം ഇട്ടിട്ടുണ്ട്. നോക്കി, ഈ ഹോൾ ഏരിയയിൽ ഒരൊറ്റ മനുഷ്യർ ഗേറ്റിൽ ലൈറ്റ് ഇട്ടിട്ടില്ല. എല്ലാവരും ഗേറ്റിൽ ലൈറ്റ് ഇട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഏരിയ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയേനെ. വെൻ സ്ട്രീറ്റ് ലൈറ്റ് ഇസ് നോട്ട് വർക്കിംഗ്. ദാറ്റ്സ് റിയലി സാഡ്. കാറിൻ്റെ മിറർ അടച്ചില്ല. ഇന്നത്തെ ഡിന്നർ ഹൻസൂന് പംകിൻ സൂപ്പാണ്. കുറച്ച് ദിവസം മുന്നേ വാങ്ങിച്ച സൺഫ്ലവർ വളരെ ഡള്ളായി. സീരിയസ്. പഴയ ഭരണിയിൽ കുറച്ച് പൂക്കൾ വെച്ചു. അപ്പോൾ ഒരു ഷോർട്ടായിട്ടുള്ള കുറച്ച് സംസാരിക്കുന്ന എൻ്റെ ഈ ഒരു വ്ളോഗ് ഐ തോട്ട് ഐ ജസ്റ്റ് എൻഡ് ഇറ്റ് ഓഫ് ടുഡേ. ആൻഡ് ഓസിയുടെ ഫംഗ്ഷന് പോകുമ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ. ഇവരെല്ലാവരും കഴിഞ്ഞ പ്രാവശ്യം ഗെറ്റ് റെഡി വിത്ത് മീ ആയിരുന്നു. അപ്പം ഞാൻ പറ്റുവാണെങ്കിൽ നാളെ ഞാനൊരു ഗൗണാണ് ഇടുന്നത്. ഐ വിൽ പ്രത്യേകിച്ച് വെരി സിമ്പിൾ ആണ് ശാന്തിനി ചെയ്ത്. ഐ വിൽ ഷെയർ ദാറ്റ് വിത്ത് യു ഓൾ. അതും എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കം ഇൻ മൈ നെക്സ്റ്റ് വ്ളോഗ്. അപ്പോൾ ഈ പ്രത്യേകിച്ചൊന്നുമില്ലാത്ത ഈ എൻ്റെ ഒരു ഹോം വ്ളോഗ് ഐ എം സ്റ്റോപ്പിംഗ് നൗ. ഓൾ ഓഫ് യു ഓൾ ടേക്ക് കെയർ. മഴ സമയത്ത് ഓൾ ഓഫ് യു ഓൾ ബി വെരി കെയർഫുൾ. എല്ലാവരും ഇപ്പോൾ ഒത്തിരി മരങ്ങൾ ഒടുങ്ങി വീഴുന്നുണ്ട്. അതുകൊണ്ട് നല്ല കാറ്റും മഴയുള്ളപ്പോൾ മരത്തിൻ്റെ താഴെയൊന്നും പോയി നിൽക്കാതിരിക്കുക. പറ്റിയ കാറുകളൊക്കെ മരത്തിൻ്റെ താഴെ പാർക്ക് ചെയ്തിട്ട് പോകാതിരിക്കുക. എന്ന് ഞങ്ങൾ പല സ്ഥലത്തും കണ്ടു കേട്ടോ. വലിയ ബ്രാഞ്ചസ് വീണ് കിടക്കുന്നത്. കുറച്ച് കെയർഫുള്ളായിട്ടിരിക്കുക. മഴ സമയത്ത് കഴിയുമെങ്കിൽ ഇൻഡോർ ഇരിക്കാൻ നോക്കുക. ഇടിയെങ്ങാനും വരുന്ന സമയമാണെങ്കിൽ പറ്റിയാൽ ഹോം അപ്ലയൻസസ് ഒക്കെ ഓഫാക്കുക. മൊബൈൽ ചാർജ് ചെയ്യാതിരിക്കുക. പറ്റുന്നതൊക്കെ ഓഫാക്കി ഇടുക. കുറച്ച് കെയർഫുള്ളായിട്ടിരിക്കുക. ആൻഡ് ഡെങ്കു നന്നായിട്ട് സ്പ്രെഡ് ആവുന്നുണ്ട്, പലർക്കും വരുന്നുണ്ട്. കോവിഡും തിരിച്ച് വന്നു എന്നാണ് ന്യൂസ്. കൂടുതൽ എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. എന്നാലും എല്ലാവരും കുറച്ച് കോഷ്യസ് ആയിട്ടിരിക്കുക. So wish all of you all great days ahead. So see you all soon in my next video. Okay, bye.